സംസ്ഥാനത്ത് ബി.ജെ.പി ആര് നയിക്കും എന്ന് 2 ദിവസത്തിനുള്ളിൽ അറിയാം എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഡൽഹിയിൽ സംസ്ഥാന പ്രസിഡന്റുമാരുടെ സെലക്ഷൻ നടപടികൾ പൂർത്തിയാകും. മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത് മൂലമാണ് സംസ്ഥാന പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വൈകുന്നത് എന്നാണ് സൂചന. രാജസ്ഥാനിൽ നിലവിലുള്ള പ്രസിഡന്റ് മദൻ റത്തോഡിനെ ഇന്ന് തന്നെ വീണ്ടും അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. കേരളത്തിൽ എം.ടി. രമേശിന് തന്നെയാണ് മുൻഗണന എന്ന് മുതിർന്ന ബി.ജെ.പി നേതാക്കൾ പറയുന്നു. അതേസമയത്ത് ഇപ്പോൾ ഡൽഹിയിലും ബി.ജെ.പി തീരുമാനിച്ചത് ഒരു വനിതാ മുഖ്യമന്ത്രിയാണ്. നരേന്ദ്രമോദിയുടെ ഒരു നയമനുസരിച്ച് ശോഭാ സുരേന്ദ്രൻ ആകാനാണ് സാധ്യത. 5 വർഷം സ്ഥാനത്ത് തുടർന്നവർ ഒഴിയണമെന്ന മാനദണ്ഡ പ്രകാരം കെ സുരേന്ദ്രൻ ഒഴിയേണ്ടതാണ്. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ തുടരട്ടെ എന്ന് തീരുമാനിക്കാനും കേന്ദ്ര നേതൃത്വത്തിന് കഴിയും. ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് സമാനമായ നിലപാട് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ സ്വീകരിച്ചാൽ ശോഭാ സുരേന്ദ്രനും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് നിന്നുള്ള പട്ടിക പരിഗണിച്ച് സെലക്ഷൻ പ്രക്രിയ കേന്ദ്ര നേതൃത്വം നടത്തി സംസ്ഥാനത്തേക്ക് അറിയിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുക. ഇതുവരെ 11 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി 36 പ്രസിഡന്റുമാരിൽ പകുതി പേരെങ്കിലും പ്രഖ്യാപിച്ചാൽ മാത്രമേ ദേശീയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കൂ. ജനുവരി അവസാനത്തോടെ സംസ്ഥാന പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ ദേശീയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കണമെന്നാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിലേക്ക് കടന്നതോടെ ഇക്കാര്യത്തിൽ താമസം നേരിടുകയായിരുന്നു. 2020 മുതൽ ജെ.പി. നദ്ദയാണ് ദേശീയ അധ്യക്ഷനായി തുടരുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാർച്ചിൽ പുതിയ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ കഴിയും എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. കെ സുരേന്ദ്രൻ തുടർന്നില്ലെങ്കിൽ എം.ടി. രമേശിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും പേരുകളാണ് കൂടുതലായും പരിഗണനയിലുള്ളത്. അതേസമയം ബി.ജെ.പി സർക്കാരിന്റെ നയമനുസരിച്ച് വനിതകൾക്കാണ് കൂടുതൽ സാധ്യത. ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനത്തിൽ ദേശീയ നേതൃത്വത്തിന് വലിയ അഭിപ്രായമാണുള്ളത്. കഴിഞ്ഞ ഇലക്ഷനും ശോഭാ സുരേന്ദ്രൻ മികച്ച പ്രവർത്തനമാണ് നടത്തിയത്. ആലപ്പുഴയെ കയ്യിലെടുക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ദീർഘകാലമായി രമേശ് സംസ്ഥാന ഭാരവാഹിയായി തുടരുകയാണ്. രമേശിന്റെ സീനിയോറിറ്റി മറികടന്നാണ് 2020 കെ സുരേന്ദ്രനെ പാർട്ടി ദേശീയ നേതൃത്വം പ്രസിഡന്റാക്കിയത്. കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ രമേശിന് എതിർപ്പുകളില്ല. സംസ്ഥാന പാർട്ടിയിലെ ക്രൗഡ് പുള്ളർ എന്ന പരിഗണനയാണ് ശോഭാ സുരേന്ദ്രന്റെ ഹൈലൈറ്റ്. എന്നാൽ വി മുരളീധരൻ കെ സുരേന്ദ്രൻ സഖ്യത്തിന്റെ കണ്ണിലെ കരടാണ് ശോഭ. ദേശീയ തലത്തിലെ ഒരു വിഭാഗം നേതാക്കളുമായി നല്ല ബന്ധത്തിൽ തന്നെയാണ് ശോഭ. തരാതരം ഗ്രൂപ്പ് ബലാബലം പരീക്ഷിക്കുന്ന കേരള ബി.ജെ.പിയിൽ മാറ്റത്തിന്റെ മുഖം പരീക്ഷിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ പുതിയ പേരും വരും. കുമ്മനം രാജശേഖരന്റെ വരവ് പോലെ ബി.ജെ.പി നേതൃനിരയിൽ നിന്നല്ലാതെ ആർ.എസ്.എസ് മറ്റു പേരുകളും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരീക്ഷിച്ചേക്കാം. സംസ്ഥാനത്ത് നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലെത്തിയത് നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളായതിനാൽ സംസ്ഥാന അധ്യക്ഷൻ ഈഴവ സമുദായത്തിൽ നിന്നാവാൻ സാധ്യത കൂടുതലാണ്. സംസ്ഥാനത്ത് പാർട്ടിയുടെ വോട്ട് വിഹിതം കൂട്ടുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വി മുരളീധരൻ ഒരു തവണ കൂടി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.